എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ മോൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ ഉണ്ടോ. അപ്പോൾ ഞങ്ങൾ അതിന് പോകാൻ വേണ്ടി റെഡി ആയിക്കണേണ്. അവനെ 4 മണിക്ക് സ്കൂളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് 5:30ക്കാണ് പരിപാടി തുടങ്ങണേ. അപ്പോൾ ഞങ്ങൾ 5:30, ഇപ്പോൾ സമയം 5:30 കഴിഞ്ഞു. ഇനി ഞങ്ങൾ പതുക്കെ പോവാമെന്ന് ഓർത്താണ്. അപ്പോൾ ഇക്കാക ആക്കിത്തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. പിന്നെ വീഡിയോക്ക് ലൈക്ക് ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പം അമീർ എവിടെ പോവാ? പാർക്കിലല്ല പോണത്, നമ്മ അതിനൂന് സ്കൂളിൽ പോണ്. അതിനൂന് ഡാൻസ് കാണാൻ പോണ്. റെഡി ആയിട്ടുണ്ട് കേട്ടോ, സുന്ദരി മോളായി റെഡി ആയിട്ടുണ്ട്. അപ്പൊ എങ്ങ പോവേണ് ഗൈസ് അല്ലേ. സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ബാഗിൽ ഇതേ വെള്ളവും കപ്പലണ്ടിയും ബിസ്ക്കറ്റൊക്കെ എടുത്തു വെക്കണം കേട്ടോ. കാരണം മോളെയൊക്കെ ഇരുത്തണം. കാരണം പരിപാടി കഴിയുമ്പോൾ 12 മണിയൊക്കെ ആവും. അപ്പോൾ അതുവരെ പിടിച്ചിരുത്തണം. അവൾ ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. അവൻ വീട്ടിലിരുന്ന് ഞാൻ പാട്ട് വെച്ചെടുത്ത് കളിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ കളിക്കണേന്ന് കാണിച്ചു തന്നതാണ്. അത് പിന്നെ ഇക്കാക കാർ എടുത്തിട്ട് ഞങ്ങളെ കൊണ്ടുവയ്ക്കാൻ വേണ്ടി ഇക്കാക ഞങ്ങളെ ആക്കിയിട്ട് ഇങ്ങോട്ട് പോരും. പിന്നെ പിള്ളേരെ പരിപാടി തുടങ്ങാറ് അമ്മയ്ക്കും വാപ്പിച്ച് ഇക്കാക കൂടി വരാന്നാണ് കേട്ടോ പറഞ്ഞത്. അമ്മ ഇങ്ങോട്ടും അതെ ഇങ്ങോട്ട് എവിടെ ഞങ്ങൾ സ്കൂളെത്തിയപ്പോഴേക്കും മഗ്‌രിബ് ബാങ്ക് കൊടുത്തു കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആരും അധികം പേര് വന്നിട്ടില്ല. കുറച്ചേരൊക്കെ വന്നിട്ടുണ്ട്. ഫ്രണ്ടിലൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ നോക്കുമ്പോൾ പിള്ളേരുടെ പരിപാടി കാണണം എന്നാണ്, പിള്ള കളിക്കുന്നത് കാണണം. അത് കഴിഞ്ഞിട്ട് ബാക്കിലായാലും പോയി നിന്നാലൊന്നും കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് എത്തി ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ പിന്നെയാണ് പരിപാടിയൊക്കെ തുടങ്ങിയത്. അവിടെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ മോൾക്ക് ഐസ്ക്രീം വേണമെന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയിട്ട് അവളെ കുറച്ചേരൊക്കെ പിടിച്ച് ഇരുത്തി. അത് പിന്നെ വീണ്ടും ഒട്ടും സമ്മതിക്കാണ്ടായപ്പോൾ സനി ഭയം പോയി ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ടാ. തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയം, ഏറ്റുമാനൂർ, പിറവം, തൃപ്പൂണിത്തുറ, കൊച്ചി, എറണാകുളം, എടപ്പള്ളി, ആലുവ, ചൊവ്വ, അങ്കമാലി, കറൂറ്റി, കൊത്തി, ചാലക്കുടി, ഇരിങ്ങാലക്കുട, മുള്ളുകര, പുതുകാട്, ഒല്ലൂർ, തൃശ്ശൂർ, പാലക്കാട്, പൊൻകുന്നം, ഷൊർണൂർ, ഒറ്റപ്പാലം, ലക്കടി, മങ്കര, പറളി, ഒലവക്കോട് തൊട്ട് കാസർഗോഡ് വരെ. ഇത്രയും ശ്വാസം വിടാണ്ട് പറഞ്ഞിട്ട് ഒരാൾക്കും അമേരിക്കയിലൊരു സയന്റിസ്റ്റ് പറഞ്ഞെന്താണെന്നറിയോ? യോഗയാണ്. 2 കൈ അടിച്ചാൽ ചേർത്തടിച്ചാൽ രക്ത ഓട്ടം ഉണ്ടാവും. മുഖത്ത് രക്തം വരുമ്പോൾ ഗ്ലാമർ. എന്റെ കുഞ്ഞല്ലേ നീ അച്ഛൻ്റെ പൊന്നല്ലേ, പൊന്നുമോളല്ലേ നീ എൻ്റെ തങ്കക്കൂടമല്ലേ. രാജു അത് മതി. എൻ്റെ അടുത്ത് മാമുക്കോയെ ചോദിക്കും, നിനക്ക് എന്ത് പേരൊക്കെ ടിനി ടോമെന്ന്. വിഷത്തിനടിക്കണ പേരാണല്ലോ എന്ന് ചോദിച്ചു, ടിക്ടോക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശരിക്കും ഇതല്ല, എൻ്റെ പേര് ദേവസി എന്നാണ് പള്ളിയിലിട്ടേക്കണത്. പക്ഷെ സിനിമാ താരം ദേവസി വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും വരൂല. അതുകൊണ്ട് ടിനി ടോം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേരുടെ പേരുകൾ. മോൻ്റെ പേര് പറഞ്ഞേ. ഓ ഒന്ന് കഴിച്ചാ അവൻ്റെ എന്തുണ്ട ഒരു കുഞ്ഞു നായിക. പറഞ്ഞ പേരെന്താ? മന്ന. ഓക്കെ. അപ്പോൾ ഇവരൊക്കെ റിപ്ലൈ ചെയ്യുന്നത് ടീച്ചേഴ്സിന്റെ കോച്ചിങ് കൊണ്ടാണ്. ഇവരൊന്നും ഒരിക്കലും ഇൻട്രോവേർട്ട് ആവരുത്. ഈ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ കയറുന്നവർക്ക്. അത് കഴിഞ്ഞ് ടീനി ടോം സ്റ്റേജിലുണ്ടായപ്പോൾ പിള്ളേരോടൊക്കെ സ്റ്റേജിലേക്ക് കയറി ചെല്ലാൻ പറഞ്ഞപ്പോൾ അപ്പോൾ അമീറായി ഇബായും പോയിട്ടുണ്ട് കേട്ടോ. ആദ്യം പോകില്ല എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു പോകുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പിള്ളേരും പോകണുണ്ട്. അപ്പോൾ അവരും പോയിട്ടോ. അപ്പോൾ ടീനി ടോം സ്റ്റേജിൽ കിടന്ന് പാട്ട് പാടുമ്പോൾ ഇവർ കിടന്ന് തുള്ളേൻ കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിള്ളേരെ ഡാൻസൊക്കെ തുടങ്ങി കേട്ടോ. കോപ്പിറൈറ്റ് കിട്ടും, അതുകൊണ്ടാണ് ഞാൻ പാട്ടൊന്നും ഇടാത്തത്. കാരണം പിന്നെ എൻ്റെ മോൻ്റെ പരിപാടി 7ാമത്തെ ആയിരുന്നു കേട്ടോ. ഇതാണ് എൻ്റെ മോൻ്റെ പരിപാടി. ബേബി ഷാർക്കായിരുന്നു പാട്ട്. പേടിയായിരുന്നു ഇത്ര ലേറ്റ് കാണുമ്പോൾ ആളെങ്ങനെയായിരിക്കും, മര്യാദക്ക് കളിക്കുമോയെന്നൊക്കെ. മര്യാദക്ക് കളിക്കാനായിട്ട് നല്ല ഭംഗിയായിട്ട് കളിച്ചു. ഇതിനു മുമ്പും അവൻ അംഗൻവാടിയിലൊരു പരിപാടിക്ക് സ്റ്റേജിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ലേറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇത് ഭയങ്കര ലൈറ്റിങ്ങും സ്കൂൾ മൊത്തം ലൈറ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ പരിപാടി കഴിഞ്ഞ് ഒരു 30 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ പിള്ളേരെ വിളിക്കാൻ ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവനെ പോയി ക്ലാസ്സിൽ പോയി വിളിച്ചിട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു.
പിള്ളേർക്ക് കഴിക്കാനുള്ള ഫുഡ് സ്കൂളിൽ നിന്ന് തന്നെ കൊടുക്കും കേട്ടോ. അപ്പോൾ അവൻ്റെ ബാഗിൽ അത് വച്ചിട്ടുണ്ട്. പിള്ളേരുടെ പരിപാടി കഴിഞ്ഞ് കുറച്ച് കഴിപ്പിക്കും ഞങ്ങൾ പോന്നു കേട്ടോ. 10:30 കഴിഞ്ഞ് ഞങ്ങൾ പോന്നപ്പോൾ പോരാൻ നേരത്ത് ഇതേ ബലൂണൊക്കെ കണ്ടു. അപ്പോൾ ബലൂണൊക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇക്ക കണ്ട് പിള്ളേർക്ക് ബലൂണൊക്കെ വാങ്ങിച്ചു കൊടുക്കും കേട്ടോ. അധികം നേരം എന്തായാലും പിള്ളേർ ഇങ്ങനെ സമ്മതിക്കൂലിരിക്കാൻ, കാരണം അത്ര സമയമൊക്കെ ആയില്ല. എന്തായാലും പരിപാടി വരുമ്പോൾ 12:30 ആവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്നില്ല കേട്ടോ. അപ്പോൾ പോവാൻ നേരത്ത് ഇതേ ഇക്കാക്ക് ഐസ്ക്രീം വാങ്ങിച്ചിടാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇതേ ഐസ്ക്രീം വാങ്ങിച്ച് അതും കഴിച്ചിട്ടൊക്കെ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ എല്ലാവരും എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ.